ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ മനോഹരനായിട്ട് പൊളിച്ചെടുക്കുകയാണ് കല്യാണിയേടാ. നിൻ്റെ കുഞ്ഞുങ്ങളോടൊന്നും നിനക്ക് സ്നേഹമില്ല. എത്രയോ പെണ്ണുങ്ങളെ നീ ചതിച്ചു, അവരോടും നിനക്ക് സ്നേഹമില്ല. അങ്ങനെയുള്ള നീയാണോ എൻ്റെ കിരണേട്ടനോട് സഹതാപം കാണിക്കാൻ പോകുന്നത്? അതും നിൻ്റെ ശത്രുവായ എൻ്റെ കിരണേട്ടനോട്. ഏതു നേരവും നിന്നെ തല്ലിക്കൊണ്ടിരിക്കുന്ന, നിന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ കിരണേട്ടനോട്. അത് കേട്ടത് മനോഹർ കല്യാണി, അത് പിന്നെ ഞാൻ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ശത്രുവായാലും മിത്രമായാലും ഒരാൾ ആപത്തിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരോട് ശത്രുത കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒന്ന് പോടാ, നിൻ്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. നീയും അപ്പുറത്തുള്ള നിൻ്റെ ഭാര്യയൊക്കെ ഒരേ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നവരാ. അതുകൊണ്ട് നിന്നെ ഒന്നും കണ്ണു അടച്ച് വിശ്വസിക്കാനും കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി കുറേ കുത്തുവാക്കുകൾ പറയാം. അപ്പോഴേക്കും താര വരികയാണ്. താര വന്നതും മനോഹരനെ കണ്ട് ദേഷ്യത്തോടെ തുറിച്ചു നോക്കുക. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നും താര ആംഗ്യ ഭാഷയിൽ മനോഹരനോട് ചോദിക്കുക. അത് പിന്നെ കിരൺ സാർ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ആപത്ത് സംഭവിച്ചു എന്നറിഞ്ഞാൽ ഒന്ന് വന്ന് കാണണ്ടേ, അതുകൊണ്ട് വന്നതാ. ദേ നിൽക്കുന്നു മരുമോനെ. മോളെ എന്തായാലും ഇനി എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും താരയുടെ സമനില തെറ്റി മനോഹറിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. എന്നിട്ട് എടാ ദ്രോഹി, എടാ നാറി, എടാ ചെറ്റെ, എന്തിനാടാ എൻ്റെ മോളെ നീ ചതിച്ചത്? എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോയിക്കൊള്ളാം. ആൻറ്റി നല്ല കഥയായി പറയുന്നത്. ഇവനെങ്ങാനും അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാലേ ആൻറ്റിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ആൻറ്റിയുടെ മോളാ. അവൾ ആത്മഹത്യ ചെയ്യും. അത് മാത്രമല്ല, ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അവളുടെ കുഞ്ഞിനെ കൊണ്ടേ അവൾ പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ആൻറ്റിക്ക് മോളെ മാത്രമല്ല പേരക്കുട്ടിയെയും നഷ്ടപ്പെടും. അതുകൊണ്ട് മകളുടെ ജീവിതത്തിൽ നിന്ന് ഇവൻ പോകാതിരിക്കണമെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണം ഉപദേശിക്കുക. അത് കേട്ടത് താര, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. നിന്നെ എൻ്റെ കൺമുൻപിൽ കണ്ട എനിക്ക് സഹിക്കില്ല. പോടാ ഇറങ്ങി. എടാ നിന്നോടാ പറഞ്ഞത് ഇറങ്ങിപ്പോകാൻ. ദേ ആൻറ്റി പറയുന്നത് കേട്ടില്ലേ? എത്രയൊക്കെ ആയാലും നിൻ്റെ ഭാര്യയുടെ അമ്മയാ, നിൻ്റെ അമ്മായി അമ്മ. മര്യാദയ്ക്ക് ഇറങ്ങി പോകാൻ നോക്ക്, ഇല്ലെങ്കിൽ ആൻറ്റി ചിലപ്പോൾ നിൻ്റെ വേദത്ത് കൈവച്ചു എന്നിരിക്കും. അത് കേട്ടത് മനോഹർ സ്ലോ മോഷനിൽ പുറത്തേക്ക് പോവുക. അങ്ങനെ പുറത്തേക്ക് പോയത് മനോഹർ ചിരിക്കുമായിരുന്നു. ചിരിച്ചുകൊണ്ട്, എന്തായാലും ഇവൻ വീണു, ഇനി ഇവളും കൂടെ വീണാം, എനിക്കിവിടെ ഒരു കൃഷി തന്നെ തുടങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ പോകുന്നത്. വല്ലാത്തൊരു കഷ്ടമാണ് ഇവൻ്റെ കാര്യം. എൻ്റെ ദൈവമേ, എത്രയോ പെൺകുട്ടികളുടെ ജീവിതം ഇവൻ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ പെൺകുട്ടികളെയും പ്രേമിച്ച് കല്യാണം കഴിച്ച് കുട്ടികളുണ്ടാക്കിയതിന് ശേഷം ഇവൻ അവിടെ ഒന്നും മുങ്ങും. എന്നാൽ പിന്നെ കുട്ടികളെ ഉണ്ടാക്കാതിരുന്നാൽ കൂടെ ഒരു കാര്യം പറയായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയൊന്നുമല്ല. എല്ലാ പെൺപിള്ളേരെയും പറ്റിക്കുക, അവരുടെ ജീവിതം തൊലയ്ക്കുക. അങ്ങനെയുള്ള ഇവനെയൊന്നും വെറുതെ വിടരുത്. നിർത്തി വെച്ച് വെടിവെച്ച് കൊല്ലണവനെ, ഇല്ലെങ്കിൽ നിർത്തി പൊരിക്കണം, പൊരിച്ച കോഴിയെ പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി താരെ ഭയങ്കര കലിപ്പിലാണ്. ഈ സമയം താര അങ്ങോട്ട് പോവുക. താര പോയി കഴിഞ്ഞു. കിരൺ എഴുന്നേറ്റിരുന്നപ്പോൾ നമ്മുടെ കിരൺ ഇങ്ങനെ ഓരോന്നാലോചിച്ച് ചിരിക്കുക. എന്താ കിരണേട്ടാ? അവൻ്റെ മുഖം കണ്ടിട്ട് ചിരി വരുമോ കല്യാണി? ഇനിയിപ്പോൾ എൻ്റെ ഈ കിടപ്പ് അവൻ അവരുടെ വീട്ടിൽ പോയി പറഞ്ഞ് ആഘോഷത്തോടെ സന്തോഷിക്കും. അങ്ങനെ സന്തോഷിക്കുമ്പോൾ അവരറിയുന്നില്ലല്ലോ എനിക്കെല്ലാ ഓർമ്മയും ഉണ്ട്, എഴുന്നേറ്റ് നടക്കാൻ പറ്റും, ഞാൻ ഓർമ്മയില്ലാതെ കിടക്കുകയല്ലാന്ന്. എന്തായാലും സന്തോഷിക്കട്ടെ, സന്തോഷിക്കാവുന്നിടത്തോളം സന്തോഷിക്കട്ടെ. അവർ സന്തോഷിക്കണം, അതാണ് എനിക്ക് വേണ്ടത്. സന്തോഷിച്ച് അവസാനം ആ സന്തോഷം തല്ലിക്കെടുത്തും നമ്മുടെ എല്ലാവരുടെയും കടുത്ത തീരുമാനം. സരയും ശാരിയും ഒക്കെ സന്തോഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. കിരണേട്ട, ഇന്നാണ് വരുണിൻ്റെ ബർത്ത്ഡേ എന്ന് ആ മനോഹരനോട് കള്ളം പറഞ്ഞിരിക്കുക. അവൻ്റെ കാശ് പൊടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അതെന്തായാലും നന്നായി. കാശ് കുറേ പൊടിക്കട്ടെ കല്യാണി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പറയുന്നതെന്നറിയോ? സരയുവിൻ്റെ കാശെല്ലാം തട്ടിയെടുക്കട്ടെ അവൻ. അതെല്ലാം എടുക്കണമെന്നുകൊണ്ട് എനിക്കൊരു സങ്കടമില്ല. കാരണം അതെല്ലാം എൻ്റെ അമ്മയുടെ കാശാണ്. എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടാക്കിയ കാശ്. ആ കാശ് കമ്പനിയുടെ ഷെയർ കിട്ടിയപ്പോൾ അതിൽ നിന്നൊരു ഭാഗം അവൾക്ക് കൊടുത്തായിരുന്നു. അത് അവൾക്ക് ഒരിക്കലും അർഹതപ്പെട്ടതല്ല. അതുകൊണ്ട് അതിങ്ങനെ മുടിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. എല്ലാം മുടിച്ചു കഴിയുമ്പോൾ അവസാനം ഇതൊരു നാടകം കളിയായിരുന്നെന്ന് അവൾ അറിയും. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ സമനില തെറ്റി നടക്കുന്ന അവളെ എനിക്കൊന്ന് കാണണം. ഇത് എന്ത് ചെയ്യാനാ? ഇത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ തടഞ്ഞാനായിരുന്നു. എന്നാൽ സരയുവിനെ പോലെയുള്ളവന്മാരൊക്കെ അനുഭവിക്കാതെ ഈ മണ്ണിൽ നിന്നും പോകില്ല. എന്തായാലും ഞാനെന്നവിടം വരെ പോയിട്ട് വരാം കിരണേട്ട, വരുണിൻ്റെ ബർത്ത്ഡേക്ക്. അതിനെന്താ, പോയിട്ട് വാ കല്യാണി. എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. നന്നായിട്ട് സംസാരിക്കാം, നന്നായിട്ട് എഴുന്നേറ്റ് കിടക്കാം, ആരും ഓർമ്മയില്ലാതെ ഒന്നുമില്ല, എല്ലാവരും അറിയാം. എൻ്റെ മെമ്മറിക്കും കുഴപ്പമില്ല, ശരീരത്തിനും കുഴപ്പമില്ല. പിന്നെ എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുക. ഈ സമയമാണെങ്കിൽ പിന്നീട് ശാരിയാണ് കാണിക്കുന്നത്. കിരണിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ശാരി ഇങ്ങനെ ഇരിക്കുക. ഈശ്വര, എന്നാലും അവനിങ്ങനൊരവസ്ഥ വന്നല്ലോ. അവനൊരു പാവമാണ്. അവനെന്ത് തെറ്റ് ചെയ്തിട്ട് അവനിങ്ങനൊരവസ്ഥ വന്നത്? കിരണിൻ്റെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല.
അവൻ ആരും ഓർമ്മയില്ല. ഞാനാടാ മോനെ നിൻ്റെ ആൻറ്റി, ദാ ഇത് നിൻ്റെ മുറപ്പെണ്ണാടാ സരയു. കിരണേട്ട ഇവരെ മനസ്സിലായെന്ന് ചോദിച്ച കല്യാണിയോട് പോലും നീ ആരാ എന്ന് ചോദിച്ച ആളാ കിരൺ. ആ ഒരു സൈഡ് സന്തോഷമാണെങ്കിലും മറ്റേ സൈഡ് സങ്കടം കൊണ്ട് നിറഞ്ഞു നിൽക്കുക. ഞാനിവൻ്റെ വീഴ്ചയെക്കുറിച്ച് ഓർത്ത് സന്തോഷിച്ച എൻ്റെ മോളുടെ ജീവിതം നാളെ തറ പറ്റി പോകുമല്ലോ, അറം പറ്റി പോകുമല്ലോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ശാരി ഇരുന്ന് കരയുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് കാർത്തികയാണ്. കാർത്തികയാണെങ്കിൽ ഇങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കാറിൽ കയറി പോവുക. ഈ സമയം ഹെൽമെറ്റ് ഇട്ട് ഒരാൾ ബുള്ളറ്റിൽ വന്ന് അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക. അതിനുശേഷം ഹെൽമെറ്റ് മുഖത്തൊന്ന് മാറ്റി എന്നിട്ട് കാർത്തികയെ ഒന്ന് നന്നായിട്ട് തുറച്ചു നോക്കി. ഓടിപ്പോൾ എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്ത് സമാധാനമായിട്ട് ചുറ്റി നടക്കുവാണല്ലേ, നിൻ്റെ സമാധാനം ഞാൻ ഇല്ലാതാക്കും എന്നും ആലോചിച്ചുകൊണ്ട് ഗംഗാപ്രസാദ് ഫോൺ എടുത്തതിന് ശേഷം കാർത്തികയെ വിളിച്ചു. കാർത്തികയെ വിളിച്ചപ്പോൾ കാർത്തിക പുതിയ നമ്പർ കണ്ടുകൊണ്ട് കോൾ എടുത്തു. ഹലോ. അപ്പോൾ ഗംഗാപ്രസാദ്, നമ്പർ പുതിയതാണെങ്കിലും ആളൊന്ന് തന്നെയാടി ഗംഗാപ്രസാദ്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? വെറുതെ എന്തിനാ എന്നെ വിളിച്ചിങ്ങനെ ശല്യം ചെയ്യുന്നത്? എനിക്കെന്താ വേണ്ടത് നിനക്കറിയില്ലേ? എൻ്റെ സ്വത്ത് മുഴുവനും തട്ടിയെടുത്തിട്ട് ഇഷ്ടംപോലെ ഷോപ്പിംഗ് ചെയ്തുകൊണ്ട് നടക്കുക അല്ലേ? ദേ ഞാൻ വെറുതെ വിടില്ല നിന്നെയൊന്നും. എനിക്ക് കിട്ടേണ്ടതൊക്കെ തിരിച്ചു കിട്ടാതെ ഞാൻ നിന്നെയൊന്നും സമാധാനത്തോടെ ഉറങ്ങാൻ സമ്മതിക്കില്ലടി എന്നൊക്കെ പറയാം. അങ്ങനെയൊന്നും വിട്ടുതരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊക്കെ അച്ഛൻ ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളെ ഏൽപ്പിച്ചതാ. അത് തുലയ്ക്കാനായിട്ട് നിങ്ങൾക്ക് തരാൻ കഴിയില്ല. അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ നിന്നെ സമാധാനത്തോടെ ഇവിടെ ജീവിക്കാൻ ഞാനും അനുവദിക്കില്ലടി. നിൻ്റെ പുറകെ തന്നെയുണ്ട് ഞാൻ എന്നും പറയുക. അത് കേട്ടതും നമ്മുടെ കാർത്തികാകെ ഞെട്ടി ഫോൺ കട്ട് ചെയ്തു. എന്തായാലും ഇവൾ ഉടനെ കിരണിനെ വിളിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് ഇവൾ എന്താ പറയുന്നതെന്നറിയാൻ അങ്ങോട്ട് എത്രയും പെട്ടെന്ന് പോകണം. കിരണിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇത് ഗംഗാപ്രസാദ് എത്രയും പെട്ടെന്ന് ബൈക്ക് തിരിച്ചു വിടുക. ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് കിരണിനെയും കല്യാണിയാണ്. എന്തായാലും എനിക്ക് നല്ല സന്തോഷമുണ്ട്. മനോഹരയും പറ്റിക്കാൻ പറ്റുന്നുണ്ട്, ചുറ്റുമുള്ളവരെയൊക്കെ പറ്റിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. എനിക്ക് ഈ അപകടം പറ്റിയതുകൊണ്ട്, അതായത് നമ്മുടെ ശത്രുക്കളൊക്കെ, പ്രത്യേകിച്ച് രാഹുലും വിക്രവും പ്രകാശനും ഒക്കെ സന്തോഷിക്കട്ടെ. നമ്മുടെ ശത്രുക്കൾ ഒരുപാട് സന്തോഷിക്കട്ടെ. ആ സന്തോഷത്തിൻ്റെ അവസാനം നമ്മുടെ ശത്രുക്കൾക്ക് എന്നും എന്നും അപകടം തന്നെയായിരിക്കും ഉണ്ടാവേണ്ടത് എന്നൊക്കെ പറയണം. അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ ഇതിങ്ങനെ ഇരിക്കുക കല്യാണി. എന്നാലും കിരണേട്ടാ എനിക്ക് നല്ല പേടിയുണ്ട്. പക്ഷേ കിരണേട്ടൻ ഈ മുറിയിൽ ഒറ്റപ്പെട്ടു പോയെങ്കിലും കിരണേട്ടാ അതാ നല്ലത്. അതെന്താ കല്യാണി നീ അങ്ങനെ പറഞ്ഞേ? അല്ല, ഈ മുറിയിൽ ഒറ്റപ്പെട്ടു പോയതുകൊണ്ട് ഈ മുറിയിൽ തന്നെ ഇരിക്കാമല്ലോ, ശത്രുക്കളെ പേടിക്കണ്ടല്ലോ. കിരണേട്ടൻ ഈ കിടപ്പ് കിടക്കുന്നതുകൊണ്ട് ഇനി ശത്രുക്കൾ കിരണേട്ടനെ ആക്രമിക്കുമെന്ന് എനിക്ക് പേടിയില്ല. അങ്ങനെ പറയരുത് കല്യാണി. എന്നെ ആക്രമിച്ചില്ലെങ്കിൽ അവർ നിന്നെ ആക്രമിക്കും. എനിക്കൊന്നും സംഭവിക്കാതിരിക്കാൻ അവർ നോക്കിയാലും നിന്നെ അപകടപ്പെടുത്താനേ അവർ ശ്രമിക്കും. അതുകൊണ്ട് സൂക്ഷിക്കണം മോളെ. അങ്ങനെയൊന്നും സംഭവിക്കില്ല കിരണേട്ടാ. അങ്ങനെ സംഭവിച്ചാലും കുഴപ്പമില്ല. അതെന്താ നീ അങ്ങനെ സംഭവിച്ചാൽ ഏറ്റവും വലിയ നഷ്ടം എനിക്കും എൻ്റെ കുഞ്ഞിനും മാത്രമാണ്. അതുകൊണ്ട് ഒന്നും സംഭവിക്കരുത് നിനക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണം ഉപദേശിച്ചുകൊണ്ടിരിക്കുക. ഈ സമയമാണെങ്കിൽ പെട്ടെന്ന് ആരോ കോളിംഗ് ബെല്ലടിക്കുക. കോളിംഗ് ബെല്ലടിച്ച് കേട്ടോ, കല്യാണി നീ പോയി വാതിൽ തുറക്ക്. എന്തായാലും ഞാൻ അപ്പോഴത്തേക്കും ഈ ബാൻഡേജൊക്കെ ഇട്ട് കിടക്കാമെന്നും പറഞ്ഞുകൊണ്ട് കിരൺ ബാൻഡേജൊക്കെ ഇട്ട് കിടക്കുക. അപ്പോഴേക്കും താരയാണ് വാതിൽ തുറന്നത്. താര വാതിൽ തുറന്നതും അത് ഗംഗാപ്രസാദായിരുന്നു. ആരാന്നറിയാതെ താര ഇങ്ങനെ തുറിച്ചു നോക്കി നിൽക്കുക. ജെറിയേട്ടനായിരുന്നോ? ഇത് ആൻറ്റിയെ ജെറിയേട്ടനെ അറിയില്ലല്ലേ? ഇത് താര ആൻറ്റി. മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നോ അങ്ങനെ ഇപ്പോൾ താര ആൻറ്റി. ആൻറ്റിക്ക് സംസാരശേഷിയില്ല ജന്മനാലെ. പിന്നെ ഈ ആൻറ്റിയെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. കിരണേട്ടനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത് കിരണേട്ടൻ്റെ അങ്കിളാണെന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ അങ്കിളിന് ഒരു മോളുണ്ടെന്ന് പറഞ്ഞില്ലേ? സരയു എന്നല്ല കുട്ടിയുടെ പേര്. അതെ, ആ സരയുൻ്റെ അമ്മയാണ് ഈ നിൽക്കുന്നത്. ഈശ്വര, എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. ചന്ദ്രസേനൻ സാർ എപ്പോഴും അന്ന് പറഞ്ഞായിരുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും. എന്തായാലും വിഷമിക്കണ്ട കേട്ടോ, സ്വന്തം മോള് നിങ്ങളെ തന്നെ തേടി വരും എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ താര കല്യാണിയെ നോക്കുക. ആൻറ്റിക്ക് ആളെ മനസ്സിലായില്ല അല്ലേ? ഗുണ്ടകളുടെ കയ്യിൽ നിന്നും കിരണേട്ടനെ ജീവൻ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ച ആളായി ജെറിയേട്ടൻ. അത് കേട്ടതും താരയ്ക്ക് സന്തോഷമായി. താര ജെറിയുടെ മുൻപിൽ കൈകൂപ്പുക. ഇതൊന്നും വേണ്ട ആൻറ്റി, എന്തിനാ കൈയൊക്കെ കൂപ്പുന്നേ? ഇത് എൻ്റെ ഒരു കടമയല്ലേ? ഇല്ല മോനെ, മോൻ ചെയ്തത് വലിയൊരു കാര്യമാണ്. കിരൺ മോനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്കത് ഈ ജന്മത്ത് മറക്കാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ജെറിയേട്ടനകത്തേക്ക് വാ ജെറിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ജെറി അകത്തേക്ക് ചെല്ലുക. താര കുടിക്കാനെടുക്കാൻ പോയി. ഈ സമയം ജെറി ഇങ്ങനെ അകത്ത് നിന്ന് കിരൺ കിടക്കുന്നത് കണ്ട് നോക്കി നിൽക്കുക. എൻ്റെ ശത്രു, എപ്പോഴുള്ള ഇവൻ്റെ ഇതുപോലത്തെ കിടപ്പ്
ഇങ്ങനെ തന്നെയാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. അതല്ല, ഇവൻ എഴുന്നേറ്റ് ജീവിതത്തിലേക്ക് വന്ന എല്ലാം അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയമാണെങ്കിൽ കല്യാണി ഇങ്ങനെ ഓരോ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ കിരൺ എങ്ങനെയുണ്ട്? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ചെറിയേട്ടാ, പക്ഷേ ആൾക്കാരെ ശരിയാവുന്ന എൻ്റെ മനസ്സ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയ ഇങ്ങനെ നിൽക്കുക. ഇത് കുറച്ച് ഫ്രൂട്ട്സാണ് കിരണിന് വേണ്ടി മേടിച്ചതൊക്കെ. എന്തിനാ ചെറിയേട്ടൻ മേടിച്ചേ? കിരണേട്ടന് ഇവിടെ ഫ്രൂട്ട്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അതൊന്നും സാരമില്ല. കിരണിന് ഇപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് കൊടുത്തേരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചെറിയ ഇങ്ങനെ സോപ്പിടുക. ഈ സമയം നമ്മുടെ കല്യാണിക്ക് കോള് വരികയാണ്. കല്യാണിക്കല്ല, കിരണാണ് വന്നത്. കോള് കണ്ടതും കല്യാണി ഒരു മിനിറ്റ്. ഹലോ കാർത്തിക ചേച്ചി. അപ്പോൾ ഗംഗാപ്രസാദ് കല്യാണി ഇങ്ങനെ തുറച്ചു നോക്കി. എന്താ ചേച്ചി? മോളെ ഇപ്പം എന്നെ അവൻ വിളിച്ചിരുന്നു, ഗംഗാപ്രസാദ്. ഞാൻ ആകെ പേടിച്ച് നിൽക്കുക മോളെ. സ്വത്തുക്കളൊന്നും കിട്ടിയില്ലെങ്കിൽ എന്നെ എൻ്റെ അമ്മയും കൊല്ലുമെന്നാണ് പറയുന്നത്. ചേച്ചി എന്തിനാ ഇത്ര പേടിക്കുന്നേ? വിക്രത്തിനെയും വിക്രത്തിൻ്റെ അച്ഛനെയും നേരിടാനുള്ള ധൈര്യം ചേച്ചിക്കുണ്ടായിരുന്നല്ലോ. അത്രയും പോലും ധൈര്യം ഗംഗാപ്രസാദിൻ്റെ മുമ്പിൽ എന്താ കാണിക്കാത്തത്? മോളെ അവൻ ശക്തനാണ് മോളെ, കടുത്ത തീരുമാനം എടുക്കുന്നവനാ, കൊടും ക്രിമിനലാ. അങ്ങനെയുള്ളപ്പോൾ അവനെ പേടിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് മോളെ ഞാൻ പേടിക്കുന്നത്. ചേച്ചി പേടിക്കുകയൊന്നും വേണ്ട. എന്തായാലും അവൻ്റെ ആൾക്കാർ ചേച്ചിയുടെ പിന്നാലെ ഉണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാരും ചേച്ചിയുടെ പിന്നാലെ ഉണ്ട്. അച്ഛൻ വിട്ട ആൾക്കാർ ചേച്ചിയുടെ പിന്നാലെ തന്നെയുണ്ട്. ചേച്ചിക്ക് ഒരാപത്ത് സംഭവിക്കില്ല. ധൈര്യമായിട്ടിരിക്കും ചേച്ചി. അച്ഛനെന്നെ വിളിച്ചപ്പോൾ എല്ലാം പറഞ്ഞായിരുന്നു എന്നൊക്കെ പറയുക. അത് കേട്ടതും എനിക്കതല്ല മോളെ, നല്ല ടെൻഷനുണ്ട്. എൻ്റെ അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴെനിക്ക് പേടി. ചേച്ചി ധൈര്യമായിട്ടിരിക്കുക. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ആർക്കും. ഗംഗാപ്രസാദ് ആരാണെങ്കിലും അവനോട് നേരിട്ട് വരാൻ പറ, വെറുതെ വിടില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണിയും ഈ സമയം എന്നാൽ ശരി മോളെ എന്നും പറഞ്ഞ് കാർത്തിക ഫോൺ കട്ട് ചെയ്തു. എന്താ? വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് സംസാരിക്കാൻ തോന്നുന്നു. ആരാ ഈ കാർത്തിക? അതൊന്നും പറയണ്ട ചെറിയേട്ടാ, എൻ്റെ ഒരു ചേച്ചിയാണ്. എൻ്റെ ചേച്ചിയാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മമാർ രണ്ടാ, പക്ഷെ അച്ഛന്മാരൊന്നാ. അത് കേട്ടത് അങ്ങനെ. അല്ല ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ, ചേച്ചിയുടെ അമ്മ കല്യാണം കഴിച്ച സമയത്തെ ആ അച്ഛന് ഒരു മോനുണ്ടായിരുന്നു. അച്ഛൻ മരിച്ചു പോയപ്പോൾ അവരുടെ സ്വത്തുക്കളൊക്കെ എഴുതി വെച്ചത് ചേച്ചിയുടെയും അമ്മയുടെയും പേരില്ല. അങ്ങനെയുള്ളപ്പോൾ ആ സ്വത്തുക്കളൊന്നും കിട്ടാത്തതിൻ്റെ പേരിൽ ഗംഗാപ്രസാദ് ഒരു ക്രിമിനലായി മാറിയത്രേ. ജയിലിൽ പോലും കടന്നിട്ടുണ്ട്. ഇപ്പം ജയിലിൽ ചാടിയെന്നാണ് കേട്ടത്. അല്ലെ ഗംഗാപ്രസാദ് എന്ന് പറഞ്ഞ സാധനം ഇപ്പം എവിടെ ഉണ്ട് എന്നും ജെറി. അത് കേട്ടതും ഈ നാട്ടിൽ തന്നെ ഉണ്ട്, ഇവിടെ തന്നെയുണ്ട്. ജയിലിൽ ചാടി നേരെ പോകുന്നത് ഇങ്ങോട്ടാ. അവനെൻ്റെ കയ്യിൽ കിട്ടിയ ചുരുട്ടി കുത്തി വലിച്ച് കീറി പറിച്ച് ഞാൻ തീ കത്തിക്കും. അത് കേട്ടതും ഓഹോ, അപ്പം എന്നെ കത്തിക്കാനുള്ള ദേഷ്യം നിനക്കുണ്ട്. സ്വന്തം ഭർത്താവ് ഈ കിടപ്പ് കടന്നിട്ടും നിനക്ക് ഒരു ഇതും ഇല്ലല്ലേ? എന്നെ തീർക്കാനുള്ള സഹതാപം കൊണ്ട് നടക്കുക. നിന്നെ ശരിയാക്കി തരാടി. എന്തായാലും ഭർത്താവ് ഈ അവസ്ഥയിലായിട്ട് നിൻ്റെ മനസ്സടങ്ങാത്ത സ്ഥിതിക്ക് ഉറപ്പായിട്ട് നിനക്കിട്ടുള്ള പണി ഞാൻ തന്നിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗംഗ ഇങ്ങനെ നിൽക്കുകയാണ്. അല്ല കല്യാണി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഗംഗാപ്രസാദ് എന്ന് പറയുന്ന ആൾ കാർത്തികയുടെ അമ്മയുടെ അച്ഛൻ്റെ ആദ്യ ഭാര്യയിലുണ്ടായ മകനല്ലേ? അപ്പം പിന്നെ ആ അച്ഛൻ്റെ സ്വത്തുക്കളിൽ തുല്യ അവകാശം ഇല്ലെങ്കിലും മുകളിൽ അവകാശം, കൂടുതൽ അവകാശം ആ മകനല്ലേ? കാർത്തിക ചേച്ചിക്കും അമ്മയ്ക്കും സ്വത്ത് വിട്ടുകൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല ചെറിയേട്ടാ. പക്ഷേ അവരുടെ അച്ഛൻ പറഞ്ഞെന്താണെന്നറിയാമോ? സ്വത്തുക്കൾ കൈവിട്ട് പോകരുത്, അച്ഛൻ നിലനിർത്തിയ സാമ്രാജ്യം അങ്ങനെ തന്നെ നിലനിൽക്കണം, അത് തൊലച്ചു കളയരുതെന്ന് അവരുടെ മോനെല്ലാം എഴുതി കൊടുത്ത നിമിഷ നേരം കൊണ്ട് എല്ലാം ഇല്ലാതാക്കൂത്രേ. അതുകൊണ്ടാണ് അവർ കൊടുക്കാത്തത്, അല്ലാതെ വേറൊരു പ്രശ്നമില്ല എന്നൊക്കെ പറയാം. അത് കേട്ടത് എന്നാലും വല്ലാത്തൊരു കഷ്ടമാണല്ലേ ഓരോരുത്തരുടെ കാര്യം. പലരും ഇങ്ങനെ ജീവിക്കാൻ അനുഭവിക്കുക. പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ വിളിച്ചാൽ ഓടിയെത്തും ഞാൻ നിങ്ങൾക്കരികിലേക്ക്. അത്രയ്ക്ക് നന്ദിയും കടപ്പാടും എനിക്ക് നിങ്ങളോടുണ്ട്. എന്താണെന്നറിയില്ല, പെട്ടെന്ന് നിങ്ങളോടൊരു സ്നേഹം എനിക്ക് തോന്നി തുടങ്ങി. എന്നാൽ വരട്ടെ കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് ജെറി അങ്ങ് പോവുക. ജെറി പോയി കഴിഞ്ഞതും താര വാതിലടയ്ക്കാനായിട്ട് പോയി. ഈ സമയം കല്യാണി ചിരിച്ചുകൊണ്ട് നമ്മുടെ കിരണിനെ നോക്കുകയാണ്. അപ്പോൾ കിരണം എന്തായാലും ഇയാളും നല്ലവനാ കിരണേട്ടാ, ഇയാൾ നന്നായിട്ട് തന്നെ വിശ്വസിക്കാം എന്നൊക്കെ പറയാം. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും നിനക്ക് വരുണ്ട ബർത്ത്ഡേ പാർട്ടിക്ക് പോകണമെന്ന് പറഞ്ഞല്ലേ, പെട്ടെന്ന് പോയിക്കോ. അത് കേട്ടതും കല്യാണി ആ കാര്യം ഞാനങ്ങ് മറന്നു. എല്ലാവരും എന്നെയും കാത്തിരിക്കുകയായിരിക്കും. എന്തായാലും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കിരണേട്ടാ. അവിടെ ചെന്നിട്ട് എല്ലാം വീഡിയോ എടുക്കാം. അതിനുശേഷം മനോഹറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അവൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്, വരുൺ എന്ന വന്ദനെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്, ഉള്ള കാശൊക്കെ എങ്ങനെയാണ് മുടിച്ചത്, വരുണിന് എന്ത് സമ്മാനം കൊടുത്തത്, എല്ലാം കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി അങ്ങ് പോവുക. കല്യാണി പോയി കഴിഞ്ഞതും കിരൺ ആലോചിക്കുകയാണ്. കിരണേ, സത്യമായിട്ടും ഇന്നത്തെ ദിവസം കർത്താവിന് മുൻപിൽ മെഴുകുതിരി വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ തന്നെയും കൂടെ ഇതാക്കിയിരുന്നു. താനും എൻ്റെ പ്രാർത്ഥനയിലുണ്ടായിരുന്നു.
തന്നെ ഉൾപ്പെടുത്തിയ ഞാനിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചത്. നല്ലൊരു ചെറുപ്പക്കാരനായ താൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നും തനിക്കൊരാപത്ത് സംഭവിക്കരുതെന്നൊക്കെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് എനിക്കിപ്പോൾ മനസ്സിന് നല്ലൊരു ആശ്വാസമുണ്ട് കിരണേ എന്നൊക്കെ ജെറി പറഞ്ഞതാലോചിച്ച് കിരൺ സംശയത്തോടെ ഇങ്ങനെ കിടക്കുകയാണ്. അതെ, ആ പറഞ്ഞതിൽ ആത്മാർത്ഥതയുണ്ടോ? അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ.